അമ്മ ഭരണസമിതി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഭരണസമിതി കൂട്ടരാജി സമർപ്പിച്ചപ്പോഴാണ് എന്ന നടൻ ജഗദീഷ്. നിലവിൽ അമ്മയിൽ ഭിന്നതകളില്ല. പ്രവർത്തകൻ എന്ന നിലയിൽ അമ്മയിൽ സജീവമായി ഉണ്ടാകും. അമ്മയുടെ ഭാരവാഹിത്വം സ്വപ്നം കണ്ടല്ല താൻ ഉറങ്ങുന്നത് എന്നും ജഗദീഷ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ നിതിൻ സേവ്യർ ചേരുന്നുണ്ട്. നിതിൻ, ഇക്കാര്യത്തിൽ എന്താണ് ജഗദീഷിന്റെ വിശദീകരണം? രേഷ്മ, ചില മാധ്യമങ്ങൾ ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതായത് ഈ താൽക്കാലിക ഭരണസമിതിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ജഗദീഷ് സ്വയം എക്സിറ്റായി അല്ലെങ്കിൽ സ്വയം പുറത്തുപോയ തരത്തിൽ വാർത്തകൾ വരുന്നു. ഈ വാർത്തകൾ നിഷേധിച്ചാണ് അമ്മയിൽ ഭിന്നതകളൊന്നും ഇല്ലെന്ന് പറഞ്ഞ ജഗദീഷിന്റെ ഒരു വിശദീകരണം ഇപ്പോൾ വരുന്നത്. ജഗദീഷ് നമ്മളുമായി ഇപ്പോൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് നേരത്തെ തന്നെ, അതായത് ഈ കൂട്ടരാജി സമർപ്പിച്ചപ്പോൾ തന്നെ, ഭരണസമിതി കൂട്ടരാജി സമർപ്പിച്ചപ്പോൾ തന്നെയാണ് താൻ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഇറങ്ങിപ്പോയത്. പിന്നീട് ആ ഗ്രൂപ്പിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നി. കാരണം അങ്ങനെ ഒരു ഭരണസമിതി ഇല്ലാത്ത സ്ഥിതിക്ക് അതിൽ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് തനിക്ക് തോന്നി. അതുകൊണ്ടാണ് താൻ അന്ന് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ഇറങ്ങിപ്പോയെന്നാണ് ജഗദീഷ് പറയുന്നത്. ഒപ്പം തന്നെ താൻ ഇനി അമ്മയുടെ പ്രസിഡന്റായി കടന്നു വരുന്ന അടക്കമുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നതിനെയും ജഗദീഷ് നിഷേധിക്കുന്നുണ്ട്. ഇനി അമ്മയുടെ പ്രസിഡന്റ് ആകാനോ സെക്രട്ടറി ആകാനോ ഒന്നും താനില്ല. അമ്മയുടെ താൽക്കാലിക ഒരു അംഗമായി താൻ തുടരും, അല്ലെങ്കിൽ അമ്മയുടെ സജീവ അംഗമായി താൻ തുടരും, എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കെടുക്കും. പക്ഷേ ഭരണസമിതിയിലേക്ക് ഇനി കടന്നു വരാൻ താനില്ല എന്നാണ് ജഗദീഷ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ മുൻകാലങ്ങളിലൊക്കെ തന്നെ താൻ ഭരണസമിതിയിൽ അംഗമല്ലാതിരുന്ന സമയത്തും അമ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും മുന്നിൽ നിന്ന് താൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങനെ തന്നെ തുടരാനാണ് തനിക്ക് താല്പര്യം. ഒപ്പം തന്നെ ഈ പ്രസിഡന്റ് സ്ഥാനം സ്വപ്നം കണ്ടുകൊണ്ടല്ല താൻ ഉറങ്ങുന്നതെന്നും വരാൻ പോകുന്ന സിനിമകളിൽ തനിക്ക് ലഭിക്കുന്ന വേഷങ്ങൾ മാത്രമാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും അമ്മയിൽ ഭിന്നതയൊന്നുമില്ല, അല്ലെങ്കിൽ ഈ താൽക്കാലിക ഗ്രൂപ്പിൽ നിന്നും, താൽക്കാലിക ഭരണസമിതിയുടെ ഗ്രൂപ്പിൽ നിന്നുമല്ല താൻ ഇറങ്ങിപ്പോയത്. ഈ അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ച് ആ ഗ്രൂപ്പിൽ നിന്നുമല്ല താൻ ഇറങ്ങിപ്പോയത്. നേരത്തെ തന്നെ കൂട്ടരാജി സമർപ്പിച്ച സമയത്ത് തന്നെയാണ് താൻ ഇറങ്ങിപ്പോയെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഈ ഇലക്ഷൻ ഉടനെ നടത്തുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉടനെ നടത്താത്തതിൽ ചെറിയൊരു അമർഷം അല്ലെങ്കിൽ പ്രതിഷേധവും അദ്ദേഹത്തിനുണ്ട്. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ യോഗങ്ങൾ ചേരുന്നുണ്ട് താൽക്കാലിക ഭരണസമിതി. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പുതിയൊരു ഭരണസമിതി തിരഞ്ഞെടുക്കാനായി ഒരു സമയം കണ്ടെത്തണമെന്നും എത്രയും പെട്ടെന്ന് തന്നെ ഭരണം ഒരു പുതിയ സമിതിക്ക് കൈമാറണമെന്നും ജഗദീഷിന് അഭിപ്രായമുണ്ട്. രേഷ്മ, ഇപ്പോൾ താൽക്കാലികമായ പ്രവർത്തനങ്ങളിൽ അതൃപ്തി ഉള്ളതുകൊണ്ട് ജഗദീഷ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു. എന്നാൽ ഈ വാർത്തയെ നിഷേധിക്കുകയാണ് ജഗദീഷ്. താൻ നേരത്തെ തന്നെ, അതായത് ഈ കൂട്ടരാജി ഉണ്ടായപ്പോൾ തന്നെ ഗ്രൂപ്പിൽ നിന്ന് പുറത്തുപോയതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. നിതിൻ സേവറാണ് വിവരങ്ങൾ നൽകിയത്.